ആര് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്? എവിടെ പ്രതിപക്ഷം? എവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കർഷക സംഘടനകൾ? ഒന്ന് രണ്ട് സമരമൊക്കെ നടത്തി, മതിയോ? വിഷയം എൻ്റർടൈൻ ചെയ്യണ്ടേ? 10-60 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? നിയമസഭയിൽ പറയാൻ പറ്റും, പാർട്ടിയോട് പറയാൻ പറ്റും, പിന്നെ എന്താ പറയാൻ പറ്റുക? പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് സുപ്രീം കോടതിയിൽ പോല. ആ സുപ്രീം കോടതിയിൽ ഞാൻ റിട്ട് കൊടുത്തു, അതിൻ്റെ കോപ്പിയാണ് തന്നത്. തീപ്പന്തമായി ഞാൻ മാറും, ഒന്നിനെയും എനിക്ക് ഭയമില്ല. ഇന്നലെ വരെ പാർട്ടിക്കുള്ളിലായിരുന്നു, ഇന്ന് ഞാൻ പാർട്ടി പുറത്താണ്, സ്വതന്ത്രനാണ്. എല്ലാം ഞാൻ വിളിച്ചു പറയും. എനിക്ക് പറയാനുള്ളത് കെട്ടുകണക്കിനാണ്. അങ്ങനെ വരുമ്പോൾ AKG സെൻറ്റർ തന്നെ പൊട്ടിത്തെറിച്ചെന്ന് വരും. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോരാടുന്നത്. പാവപ്പെട്ട CPM-ലെ അണികൾക്ക് വേണ്ടിയിട്ടാണ് പോരാടുന്നത്. നേതാക്കന്മാർ സുഖവാന്മാരായി കോടികൾ സമ്പാദിച്ചു. അവർ നാടിനെ നശിപ്പിച്ചു, അവസാനം പാർട്ടിയെ നശിപ്പിച്ചു. അവർക്ക് പാർട്ടി വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ പാർട്ടിക്കുള്ളിൽ വന്നത് നല്ലത് ഉദ്ദേശിച്ചിട്ടാണ്. പക്ഷെ ഇവിടെ നല്ലതല്ല നടക്കുന്നത്. പിണറായി വിജയനും മകൾക്കും അതേപോലെ മരുമകനും വേണ്ടിയുള്ള ഭരണമാണ്. മരുമകനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് പിണറായി വിജയൻ സകല അടവുകളും പയറ്റുന്നത്. അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കില്ല, എനിക്കെല്ലാം തുറന്നു പറയണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു അൻവർ. ഇന്നലെ നടത്തിയ അത്യുജ്വലമായ പോരാട്ടത്തിൽ പത്രസമ്മേളനം നടത്തി പോരാട്ടത്തിന് ഇറങ്ങിയ അൻവർ കേരളത്തിലെ മാർക്സിസ്റ്റ് അണികളുടെ ഇടയിൽ വലിയ ചലനമാണ് ഉണ്ടാക്കിയുള്ളത്. കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും PV അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവാഹിക്കുന്നു. അദ്ദേഹത്തിന് ഫോൺ സന്ദേശങ്ങളും അതേപോലെ വാട്സപ്പ് ഗ്രൂപ്പുകളും പ്രവഹിക്കുന്നു. പല സ്ഥലത്തും മാർക്സിസ്റ്റ് പാർട്ടിയിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രത്യക്ഷപ്പെട്ട് നേതൃത്വത്തെ അണികൾ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും വലിയ പൊട്ടിത്തെറിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നടക്കുന്നത്. അന്ന് എന്തായാലും നമുക്ക് PV അൻവറുടെ പത്രസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പറഞ്ഞ തീപ്പന്തമായി മാറുമെന്ന് പറയുന്ന ഭാഗമൊന്ന് കേൾക്കാം. ആർക്കാ വികാരം? DFO ചോദിക്കുക, 10 ലക്ഷം കിട്ടുന്നില്ലേ? ആര് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്? എവിടെ പ്രതിപക്ഷം? എവിടെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കർഷക സംഘടനകൾ? ഒന്ന് രണ്ട് സമരമൊക്കെ നടത്തി, മതിയോ? വിഷയം എൻ്റർടൈൻ ചെയ്യണ്ടേ? 10-60 ലക്ഷം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? നിയമസഭയിൽ പറയാൻ പറ്റും, പാർട്ടിയോട് പറയാൻ പറ്റും, പിന്നെ എന്താ പറയാൻ പറ്റുക? പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് സുപ്രീം കോടതിയിൽ പോല. ആ സുപ്രീം കോടതിയിൽ ഞാൻ റിട്ട് കൊടുത്തു, അതിൻ്റെ കോപ്പിയാണ് തന്നത്. ഇനി ഇതാ ഹൈക്കോടതിയിൽ പോകാനാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിലപ്പുറം ഒരു മനുഷ്യൻ എന്ത് ചെയ്യും? ഇത് കണ്ടു നിൽക്കുകയാണ്. ഒരു തുള്ളി കണ്ണുനീര് പൊട്ടണ്ടേ ഈ രാഷ്ട്രീയക്കാരൻ്റെ കണ്ണിൽ നിന്ന്? ഈ പാവപ്പെട്ട കർഷകൻ്റെ ഈ അവസ്ഥ കാണുമ്പോൾ കാട്ടിൽ പോയിട്ട് മരിക്കുമ്പം അവർക്ക് ന്യായമുണ്ട്. വീട്ടിൽ കിടന്നുറങ്ങനെയാണ് ഈ ചവിട്ടി തേക്കുന്നത്. പന്നി കോരി എറിയ ബൈക്കിൽ പോകുമ്പം കുട്ടികളും മക്കളുമായിട്ട്. ഈ പന്നിനെ വളർത്താനാണോ ഈ ഡിപ്പാർട്ട്മെൻറ്റ്? ഇതാണ് ആവാസ വ്യവസ്ഥ? ചോദിക്കണ്ടേ? മലയോര റോഡടക്കം എല്ലാ റോഡുകളും തടസ്സപ്പെട്ട് കിടക്കുക. ഇത്ര തന്നാൽ മതി, ഒരടി തരൂല്ലവർ. 145 കോടി റുപ്യൻ്റെ പ്രോജക്റ്റ് നിലമ്പൂരിൽ കിടക്കുക. ഇവർ തരാത്തോണ്ട് 5 സെൻറ്റിലെ പാവങ്ങൾ ഫ്രീ ആയിട്ടാണ് 1 സെൻറ്റും 1.5 സെൻറ്റും മലയോര ഹൈവേക്ക് തരുന്നത്. റോട്ടിൽ നിന്ന് വീട്ടിലേക്കാണ് കയറുന്നത്. മുറ്റം എന്ന് പറയുന്നത് ആകെ 1.5 മീറ്റർ 2 മീറ്ററാണ് വരുന്നത്. അതും പോയി മുറ്റത്തിൻ്റെ മതിലിൻ്റെ ചുമരും വീടിൻ്റെ ചുമരും ഒന്നാ. റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് ഇറങ്ങി പാവങ്ങൾ തരുന്നുണ്ട്. എന്നിട്ട് നാട്ടിലെ മുഴുവൻ മരം മുറിച്ച് ഈ കെട്ടിടം മുഴുവൻ ഉണ്ടാക്കി അതിന് യാതൊരു ആവാസ വ്യവസ്ഥയ്ക്കും പ്രശ്നമില്ല. ഇതെന്ത് നീതിയാ? എന്താ ആരും മിണ്ടാത്തത്? എനിക്ക് കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്തായതുകൊണ്ട്. പിന്നെ പുറത്താക്കി എന്നല്ല പറഞ്ഞത്. ഈ തീപ്പന്തം പോലെ ഞാൻ കത്തും. എനിക്കൊരാളിതിൽ പേടിക്കേണ്ട കാര്യം തന്നെ. ഈ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. പണ്ട് എനിക്ക് പരിമിതി ഉണ്ടായിരുന്നു ഇതിനകത്ത്. എൻ്റെ പരിമിതി ഇന്ന് എന്നെ ഫ്രീ ആക്കി വിട്ടിരിക്കുകയാണ്. 10-60 മണ്ഡലങ്ങൾ അത് ബാധിക്കുന്നുണ്ട്. ആ വിഷയം ഞാൻ ടേക്കപ്പ് ചെയ്യും, ജനങ്ങളായിട്ട് സംസാരിക്കും, ജനങ്ങളെ വെച്ച് പ്രതിരോധിക്കും. നിയമം ജനങ്ങൾക്കുള്ളതാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും അത് കാലികമായിട്ട് മാറ്റം വരുത്തണം. ജനങ്ങളെ സംരക്ഷിക്കണം. അതിന് തയ്യാറുള്ളവരുമായി കൂടിച്ചേരും. ഇങ്ങനെയുണ്ട്. അതൊരു വെള്ളരിക്കാ പട്ടണം. ഇവർ ഈ നെക്സസ് ഉണ്ടാക്കി അവർക്ക് വേണ്ട കാര്യങ്ങൾ തീരുമാനിച്ച് അവരുടെ കുട്ടികളെയും മക്കളെയും അവരുടെ ബിസിനസ്സും ഒക്കെ ഓക്കെ. ജനങ്ങൾക്കൊരു നീതിയില്ല. ജനം മിണ്ടാൻ പാടില്ല. അപ്പം ഭരണഘടന, അപ്പം നിയമം, അപ്പം പാർലമെൻറ്റ്, വേറൊന്നിനും ഇത് ബാധകമല്ല. അവർക്കിതൊന്നും ബാധകമല്ല. ആ നെക്സസിനെ കുറിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അത് സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഇനി എനിക്കെന്ത് ബാരിക്കേഡ്? പുറത്താക്കി ഏതായാലും വാച്ച്മാൻ്റെ പണിയും പോയി.